ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. വിധിയെഴുത്ത് 9 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലെയും 96 സീറ്റുകളിലേക്ക്. ആന്ധ്രയും തെലങ്കാനയും നാളെ പോളിംഗ് ബൂത്തിലേക്ക്. യുപിയിൽ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന കനൌജ് അടക്കമുള്ള 13 മണ്ഡലങ്ങളിലേക്കും ബംഗാളിൽ മഹുവ മൊയ്ത്ര മത്സരിക്കുന്ന കൃഷ്ണനഗർ അടക്കമുള്ള 8ഇടത്തേക്കും നാളെ വോട്ടെടുപ്പ്. സുബിഷെ, നമ്മൾ ആദ്യഘട്ട പോളിംഗ് കണ്ടു 66%. 2ാം ഘട്ടത്തിലേക്ക് വന്നു, വീണ്ടും 66%. അതായത് അപ്രതീക്ഷിതമായ രീതിയിൽ പോളിംഗ് ശതമാനം കുത്തനെ കുറയുന്ന ഒരു സാഹചര്യം ആദ്യ 2 ഘട്ടത്തിലും ഉണ്ടായി. സ്വാഭാവികമായിട്ടും 2014ലെയും 2019ലെയും പോലെയുള്ള ഒരു മോദി തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്നുള്ള ഒരു കാര്യം പൊതുവിൽ ആളുകൾക്ക് ബോധ്യമായി. അത് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തിയത് സ്വാഭാവികമായിട്ടും BJP തന്നെയാണ്. അതുകൊണ്ട് 3ാം ഘട്ടത്തിലേക്ക് വന്നപ്പോൾ കടുത്ത വർഗീയ പരാമർശങ്ങൾ, വർഗീയ പ്രചരണങ്ങളാണ് മോദിയുടെ പ്രസംഗങ്ങളിൽ നിന്നുണ്ടായത്, BJP ക്യാമ്പിൽ നിന്നുണ്ടായത്. പക്ഷെ അപ്പോഴും 3ാം ഘട്ടത്തിലെ പോളിംഗ് ശതമാനം പുറത്തു വന്നത് വെറും 60% എന്നുള്ളതാണ്. മുൻപത്തേതിനേക്കാൾ കുറഞ്ഞു. ആ നിലയിൽ ഈ 3 ഘട്ടത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞത് BJPയെ വല്ലാത്ത രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അവരുടെ വർഗീയ കാർഡിറക്കിയുള്ള പ്രചാരണ രീതികൾ പോലും ഗുണം ചെയ്യുന്നില്ല എന്നൊരു കാര്യം പ്രസക്തമാവുന്നു. ഒപ്പം തന്നെ BJPയുടെ ആത്മവിശ്വാസം ഈ രീതിയിൽ കുറയുമ്പോൾ, ഉദ്ദേശ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് അവർ കരുതുമ്പോൾ, മറുവശത്ത് ഇന്ത്യ സഖ്യത്തിന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം കഴിയും തോറും ആത്മവിശ്വാസം കൂടുകയുമാണ്. ഒടുവിൽ ഇപ്പോൾ 4ാം ഘട്ടം നാളെ നടക്കാനിരിക്കെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വേട്ടയാടപ്പെട്ടവനെന്ന ഒരു പരിവേഷത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാവുകയും ചെയ്തിരിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും അമൽ, ഞാൻ ഇതിനെ കാണുന്നു. ഇപ്പൊ 4ാം ഘട്ടം വോട്ടെടുപ്പ് നടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ജനാധിപത്യത്തിന്റെ ഏറ്റവും സവിശേഷമായ പ്രക്രിയ അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്ന നിലയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതിനിടയിലാണ് അതിനാടകീയമായ രീതിയിലുള്ള ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ആ ട്വിസ്റ്റാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം ലഭിച്ചതിന് ശേഷമുള്ള തിഹാർ ജയിലിൽ നിന്നുള്ള പുറത്തേക്കുള്ള വരവ്. ഇവിടെ നരേന്ദ്രമോദിയുടെ വിരമിക്കലും യോഗി ആദിത്യനാഥിനെ തെറുപ്പിക്കലും ഒരുപോലെ വിഷയമാക്കി ചർച്ചയാക്കി BJPയിലെ ഭിന്നതയിലേക്ക് നിറയൊഴിക്കുക എന്ന രാഷ്ട്രീയ കൗശലമുണ്ടല്ലോ, ആ രാഷ്ട്രീയ കൗശലത്തിന്റെ പേരാണ് അരവിന്ദ് കെജ്രിവാൾ. അതാണ് യഥാർത്ഥ ട്വിസ്റ്റ്. ഇപ്പോ ഇതുവരേക്കും എന്തായിരുന്നു? കഴിഞ്ഞ 3 ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടത് എന്താണ് അമൽ? നരേന്ദ്രമോദി ഒരു അജണ്ട സെറ്റ് ചെയ്യും, നരേന്ദ്രമോദി ഒരു കാര്യം പറയും, അതിന് പിന്നാലെ രാഹുൽ പോകും, ഖാർഗെ പോകും, അഖിലേഷ് യാദവ് പോകും. ഇതായിരുന്നു അവസ്ഥ. ഇപ്പോൾ അത് മാറിയിട്ട് എന്താ സംഭവിച്ചത്? അരവിന്ദ് കെജ്രിവാൾ എന്താണ് പറഞ്ഞത്? അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വിരമിക്കാൻ പ്രായമായി എന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഇപ്പോൾ നരേന്ദ്രമോദി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ഘട്ടത്തിലോ, അല്ലെങ്കിൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി വിരാജിച്ച വേളയിലോ, അല്ലെങ്കിൽ 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ സമയത്തോ, 2019 ഭരണ തുടർച്ചയിലേക്ക് എത്തിയ ഘട്ടത്തിലോ, അല്ലെങ്കിൽ എന്തിനേറെ ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3 ഘട്ടങ്ങൾ പിന്നിട്ടല്ലോ, അതിന്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടങ്ങളുടെ ഇടവേളയിൽ പോലും രാഹുൽ പോലും ഉന്നയിക്കാത്ത ഒരു ചോദ്യമാണ്, ഒരു ഡിസ്കഷനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചത്. നിങ്ങൾക്ക് പ്രായമായില്ലേ? 75 വയസ്സാകാൻ പോകുന്നു. അടുത്ത സെപ്റ്റംബർ 17-ന് 75 വയസ്സ് തികയാൻ പോവുകയാണ്. നിങ്ങൾ വിരമിക്കുകയാണെങ്കിൽ, പ്രധാനമന്ത്രിയായി നിങ്ങൾ തുടരുമ്പോൾ നിങ്ങൾക്ക് 75 വയസ്സായാൽ നിങ്ങൾക്ക് വിരമിക്കേണ്ടി വരും. നിങ്ങൾ വിരമിക്കുകയാണെങ്കിൽ അമിത്ഷാ പ്രധാനമന്ത്രിയാകുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വോട്ട് പിടിക്കുന്നത് അമിത്ഷായ്ക്ക് വേണ്ടിയാണോ എന്ന ചോദ്യം ഇന്ന് ഇന്ത്യയിൽ രാഹുൽ പോലും പ്രധാനമന്ത്രിയോട് ചോദിച്ചിട്ടില്ല. അങ്ങനെ പ്രതിപക്ഷ നേതൃനിരയിൽ നിന്ന് ഒരാളും ഇതുവരേക്കും ഉന്നയിക്കാത്ത ഒരു ചോദ്യം അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും ഉയരുകയാണ്. ഇത് പതറിപ്പോയി. അപ്രതീക്ഷിതമായ ചോദ്യമാണ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും നരേന്ദ്രമോദിയുടെ നേർക്ക് ഉയരുന്നത്. അപ്പോൾ തന്നെ മറുപടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന ഘട്ടത്തിലേക്ക് BJP ഒരു പ്രതിരോധത്തിലേക്ക് ഉൾവലിയുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ആദ്യം പറഞ്ഞത് എന്താ, ഒരു മദ്യപാനിയുടെ ജൽപ്പനമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും ഏശിയില്ല. പിന്നീട് അമിത്ഷാ തന്നെ വന്ന് പറയുകയാണ് നരേന്ദ്രമോദി ഒഴിയുകയില്ല എന്ന്. അപ്പോൾ അരവിന്ദ് കെജ്രിവാളാണ് ഈ പുതിയ സാഹചര്യത്തിൽ 3 ഘട്ടവും പിന്നിട്ട വേളയിൽ അരവിന്ദ് കെജ്രിവാൾ ആണ് ഇപ്പോൾ അജണ്ട സെറ്റ് ചെയ്യുന്നത്. അതിലേക്ക് BJP എത്തിച്ചേരുകയാണ്. ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യ പകുതിയിൽ 3 ഗോൾ അടിച്ച്
മുന്നിൽ നിൽക്കുന്ന ടീമിന്റെ അമിതമായ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, അത് വിനയാവുകയും പിന്നീട് ഇടവേളയ്ക്ക് ശേഷം രണ്ടാം പകുതിയിൽ 4 ഗോൾ അടിച്ച് എതിർ ടീം ജയിക്കുകയും ചെയ്താലോ എങ്ങനെയിരിക്കും? അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു നാടകീയമായ അന്ത്യം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. പക്ഷെ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു, ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. അങ്ങനെ നാടകീയമായ ഒരു അന്ത്യം സംഭവിക്കാനുള്ള ഗ്രൗണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ത്യയിൽ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാൻ പറ്റും. സുബിഷ്, എന്തായാലും നമുക്ക് ഈ ഓരോ സംസ്ഥാനങ്ങളിലും ഇനി ഏതൊക്കെ സീറ്റുകളിലാണ് ഈ 4ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്, അവിടുത്തെ സ്ഥിതി എന്താണെന്ന് പരിശോധിച്ചാൽ ഇപ്പോൾ മധ്യപ്രദേശിന്റെ കാര്യം. മധ്യപ്രദേശിൽ ആകെ 29 സീറ്റുകളുണ്ട്. കഴിഞ്ഞ 2019 ഇതിൽ 28 BJPക്ക് സ്വന്തമായിരുന്നു. 1 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നേടാനായത്. അതുകൊണ്ട് തന്നെ ഇവിടെ BJPക്ക് കൂടുതലായി 1 സീറ്റ് പോലും നഷ്ടപ്പെട്ടാൽ പോലും അവർ കരുതിയിരിക്കുന്ന ആകെ എണ്ണത്തിൽ നിന്ന് കുറവ് വരികയാണ്. ഉത്തരേന്ത്യയിൽ പരമാവധി സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർ നേടിയതാണ്. ഇത്തവണ അവർ പറയുന്ന അവകാശവാദം 400 സീറ്റിന് മുകളിലെന്നാണ്. അങ്ങനെ വരണമെങ്കിൽ ഇവിടെയുള്ള മധ്യപ്രദേശിൽ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ ഒന്നുപോലും കുറയാതിരിക്കണം, ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കണം എന്നുള്ളതാണ് അവരുടെ അജണ്ട. ആ നിലയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ 1 സീറ്റ് പോലും നഷ്ടമായാൽ അത് BJPക്ക് വലിയ തലവേദനയാകുമെന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നാളെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് മധ്യപ്രദേശിലെ 7 സീറ്റുകളിലാണ്. ആ 7 സീറ്റുകളും കഴിഞ്ഞ തവണ BJPക്കൊപ്പം നിന്നവയാണ്. അവിടെ വലിയ ഭൂരിപക്ഷത്തിലാണ് അവർ ജയിച്ചതും. ഇതിൽ ഇൻഡോറിൽ മാത്രം കോൺഗ്രസിന് ഒരു ജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ സ്ഥാനാർത്ഥി തന്നെ അവിടെ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ രത്നം മണ്ഡലം ഒഴികെയുള്ള ബാക്കിയിടത്തെല്ലാം തന്നെ BJPയും കോൺഗ്രസും തമ്മിലുള്ള വോട്ട് ശതമാനം 10 മുതൽ 30% വരെയാണ്. അത്ര വലിയ ഭൂരിപക്ഷത്തിലാണ് ഇവിടങ്ങളിലെല്ലാം BJP സ്ഥാനാർത്ഥികൾ ജയിച്ചത്. അപ്പോൾ ഇത്ര വലിയ ഒരു വോട്ട് മാർജിനെ മറികടന്ന് വേണം കോൺഗ്രസിന് തങ്ങൾക്ക് അനുകൂലമായി ഈ ജനവിധി മാറ്റാനുമെന്നുള്ള ഒരു കാര്യം ഇതിലുണ്ട്. മധ്യപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് BJP കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വിജയിക്കുന്നത് 50% OBC വോട്ടുകളാണ് മധ്യപ്രദേശിലുള്ളത്. ആ OBC വോട്ടുകളും ഒപ്പം തന്നെ 15% വരുന്ന മുന്നോക്ക സമുദായക്കാരുടെ വോട്ടുകളും ചേർത്ത് അവരെ രണ്ടുപേരെയും ഒപ്പം നിർത്തിയാണ് കാലങ്ങളായിട്ട് BJP അവിടെ തങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു ജനവിധി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത്തവണ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇന്ത്യ സഖ്യം വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഈ OBC വോട്ടുകളിൽ BJPക്ക് അനുകൂലമായി പോകുന്ന OBC വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കിയാൽ ഒരുപക്ഷെ മധ്യപ്രദേശിൽ ഈ സീറ്റുകളിൽ ഒരുപക്ഷെ കോൺഗ്രസിന് ചില സാധ്യതകൾ തെളിയുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ 96 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണല്ലോ നാളെ ആകെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ അമൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനം ആന്ധ്രയാണ്. ആന്ധ്രയിൽ അതോടൊപ്പം തന്നെ നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആന്ധ്രയിൽ 25 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. അവിടെ നമുക്കറിയാം YSR കോൺഗ്രസ് ആണ് ഇപ്പോൾ ഈ 25-ൽ 22 സീറ്റുകളിലും 2019 YSR കോൺഗ്രസ് ആണ് വിജയിച്ചത്. ഇപ്പോൾ ഈ മൊത്തം എണ്ണം എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ വിജയിച്ച പ്രാദേശിക പാർട്ടി കൂടിയാണ് YSR കോൺഗ്രസും. അപ്പോൾ YSR കോൺഗ്രസ് ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് 175 നിയമസഭാ സീറ്റുകളിലേക്കും ജയിച്ചാൽ എന്താ എന്നൊരു ചോദ്യമാണ് അണികൾക്ക് മുന്നിൽ ജഗൻമോഹൻ റെഡ്ഡി ഇട്ടുകൊടുത്തത്. പക്ഷേ ആ ഒരു ആവേശം പ്രചാരണം തീരുമ്പോൾ അങ്ങനെ ഒരു ഏകപക്ഷീയമായ ഒരു പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശമല്ല നമ്മൾ ആന്ധ്രയിൽ കണ്ടത്. ഇപ്പോൾ ടൈറ്റാണ് കാര്യങ്ങൾ. ഇപ്പോൾ YSR കോൺഗ്രസിനുള്ള ഒരു കോൺഫിഡൻസ് കോൺഗ്രസിനും BJPക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പ്രധാനമായിട്ടും ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ ആന്ധ്ര ലോക്സഭാ തെരഞ്ഞെടുപ്പാകട്ടെ മുന്നോട്ട് വെക്കുന്ന 2 ചോദ്യങ്ങളിൽ ഒന്നാമത്തേത് ഇപ്പോൾ TDPയുമായി കൂട്ടുചേർന്ന് ദക്ഷിണേന്ത്യയിൽ ഒരിടത്തു കൂടി സാന്നിധ്യം ഉറപ്പിക്കാൻ BJPക്കാകുമോ എന്നുള്ളതാണ്. BJP അതിനായാണ് ശ്രമിക്കുന്നത്. BJP TDP ജനസേന സഖ്യമാണ് ആന്ധ്രയിൽ മത്സരിക്കുന്നത്. മറുവശത്താണ് YSR കോൺഗ്രസ് ഉള്ളത്. ഒരു വശത്ത് YS ശർമിള നേതൃത്വം നൽകുന്ന കോൺഗ്രസും ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: TDPയുമായി കൈകോർത്തുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ ഒരിടത്തുകൂടി സാന്നിധ്യം ഉറപ്പിക്കാൻ തങ്ങൾക്കാകുമോ എന്നുള്ള BJPയുടെ ശ്രമം ഒരുപക്ഷെ സാധിച്ചേക്കാം സാന്നിധ്യം ഉറപ്പിക്കാൻ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് YS ശർമിളയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് സാധ്യമോ? YS ശർമിള മത്സരിക്കുന്നത് കടപ്പയിലാണ്. ശർമിളയുടെ ഒരു നേതൃമികവിന്റെ പിൻബലത്തോടുകൂടി ആന്ധ്രയിൽ ഒരു തിരിച്ചുവരവിന് കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. അത് സാധ്യമാകുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. എന്തായാലും ഈ 2 ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം ആയിരിക്കും ആന്ധ്ര ഇലക്ഷൻ നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് ബീഹാർ.
അല്ലെ, രാഷ്ട്രീയമായിട്ട് മുന്നണി മാറ്റങ്ങളൊക്കെ കൊണ്ട് വലിയ പ്രസക്തമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. ബീഹാറിൽ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 5 മണ്ഡലങ്ങളിലേക്കാണ്. 5 മണ്ഡലങ്ങളും NDA സഖ്യത്തിനൊപ്പം നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. അതിൽ JDU 2 സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട്. BJPക്കൊപ്പമാണ് 2 സീറ്റ്. ഇപ്പോൾ NDA ക്യാമ്പിലുള്ള LJPക്കൊപ്പം 1 സീറ്റുമുണ്ട്. ഈ 5ഇടത്തും NDAക്കൊപ്പമാണെങ്കിൽ കൂടി ഇത്തവണ പക്ഷെ ബീഹാറിൽ കാര്യങ്ങളാകെ മാറി മറിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം മറുവശത്ത് ഇന്ത്യ സഖ്യത്തിനുണ്ട്. പ്രത്യേകിച്ച് നിതീഷ് കുമാർ ഇത്തരത്തിൽ മുന്നണി മാറി മാറി നിൽക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ അണികൾക്ക് പോലും വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് നിതീഷ് കുമാറിനോടുണ്ട്. ഒപ്പം തന്നെ ജാതി സെൻസസ്, അദ്ദേഹമാണ് ജാതി സെൻസസ് കൊണ്ടുവരുന്നത്. അത് വലിയ രീതിയിൽ പിന്നാക്ക ദളിത് വിഭാഗങ്ങളെ ആകർഷിച്ചിരുന്നെങ്കിലും ഇപ്പോൾ നിതീഷ് കുമാർ നിൽക്കുന്നത് ജാതി സെൻസസിനെ എതിർക്കുന്ന BJPക്കൊപ്പമാണ്. ഇതും ബീഹാർ ജനതയ്ക്ക് വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ മുൻപൊരിക്കലും ഇല്ലാത്ത വിധം ക്ഷീണത്തിലാണ് നിതീഷ് കുമാറിന്റെ പാർട്ടി എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ആ നിലയിൽ അത് ഇന്ത്യ സഖ്യത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് തേജസ്വി യാദവ് എന്നുള്ള യുവാവായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഉദയം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ കാണും എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് തേജസ്വി മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ അത് ബീഹാറിലെ എല്ലാത്തരം ജനവിഭാഗങ്ങളെയും ആകർഷിക്കുന്നതാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് കാലങ്ങളായി ബീഹാറിൽ RJDയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് യാദവരും മുസ്ലിങ്ങളുമാണ്. പക്ഷേ തേജസ്വി നടത്തുന്ന പ്രചാരണങ്ങളിലെല്ലാം അതിൽ നിന്നും മാറി കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. യാദവ മുസ്ലിം വോട്ടുകൾ മാത്രമല്ല, അല്ലെങ്കിൽ അവരുടെ പിന്തുണ മാത്രമല്ല ഞങ്ങൾക്കുള്ളത്, മുന്നാക്ക വിഭാഗക്കാർ, ദളിതർ എല്ലാവരുടെയും പിന്തുണ, എല്ലാവരുടെയും പാർട്ടിയാണ് ഞങ്ങളുടേതെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹം നടത്തിയ ഒരു ജൻവിശ്വാസ് യാത്ര ബീഹാറിനെ ഇളക്കി മറിച്ചുകൊണ്ട് നടത്തിയ ഒരു യാത്രയാണ്. അതിൽ അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഇതാണ്: ഞങ്ങൾ എല്ലാവരുടെയും പാർട്ടിയാണ്. അതായത് പരമ്പരാഗതമായ ഒരു വോട്ട് ബാങ്കിലേക്ക് പുറത്തേക്ക് വളർന്നെങ്കിൽ മാത്രമേ അവിടെ RJDക്ക് ഒരു വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന് അവർക്കറിയാം. തേജസ്വിക്ക് അത് നന്നായിട്ട് അറിയാം. ആ നിലയിലാണ് അവിടെ അവരുടെ പ്രചാരണം നടക്കുന്നത്. കഴിഞ്ഞ തവണ ബീഹാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം RJDക്ക് ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം അവരുടെ പരമ്പരാഗതമായ വോട്ട് ബാങ്കിന് അപ്പുറത്ത് നിന്നും അവർക്ക് വോട്ട് സമാഹരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ ഉണ്ടായേക്കുമെന്നൊരു പ്രതീക്ഷ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിലവിൽ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് ഇന്ത്യ സഖ്യം മാറും. RJD പ്രത്യേകിച്ച് അവർക്ക് ലോക്സഭയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. പ്രത്യേകിച്ച് ദലിത് വോട്ടുകളൊക്കെ തങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന, പ്രത്യേകിച്ച് ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തി തങ്ങൾക്കൊപ്പം ദലിത് വോട്ടുകൾ, പിന്നാക്ക വോട്ടുകൾ തങ്ങൾക്കൊപ്പം നിർത്തുവാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം RJDക്കുണ്ട്. അപ്പൊ ആ ആത്മവിശ്വാസം കൊണ്ട് തന്നെ അതിനെ നേരിടാൻ മറുവശത്ത് BJPയും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്, നടപ്പാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ LJP ഇവർക്കൊപ്പം BJPക്കൊപ്പം അല്ലെങ്കിൽ NDA സഖ്യത്തിനൊപ്പം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. LJP ഒപ്പം ചേർത്തത് തന്നെ ഈ ദളിത് വോട്ടുകൾ പോകരുത് എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. ആ നിലയിൽ മറുവശത്ത് തങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾ ചോർന്നു പോകാതിരിക്കാൻ NDA സഖ്യവും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി അവിടെ മാറി മറിയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആർക്ക് ഗുണമാകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയുക തന്നെ വേണം. എന്തായാലും ഈ നിതീഷിനെ വേര് പറിച്ച് കൊണ്ടുവന്നതിന്റെ ഒരു ഗുണം അത്രമേൽ NDAക്ക് കിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്നുള്ള സൂചന. ശരി, ഞാൻ നേരത്തെ ആന്ധ്രയെ കുറിച്ചാണല്ലോ സംസാരിച്ച അമൽ. ഇനിയിപ്പോ തെലങ്കാനയിലേക്ക് വന്നു കഴിഞ്ഞാൽ തെലങ്കാനയിൽ നമുക്കറിയാം 17 ലോക്സഭാ സീറ്റുകളാണ് ആകെയുള്ളത്. ഈ 17 ലോക്സഭാ സീറ്റുകളിലേക്കും നാളെ ഒറ്റഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. തെലങ്കാനയെ സംബന്ധിച്ച് കോൺഗ്രസ് മുടിഞ്ഞ കോൺഫിഡൻസിലാണ്. അവർ വല്ലാതെ കോൺഫിഡൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ഒരു അസാമാന്യമായ ആത്മവിശ്വാസത്തിന്റെ പേരുകാരൻ കൂടിയാണ് രേവന്ത് റെഡ്ഡി. ഇപ്പോൾ അമൽ ഓർക്കുന്നുണ്ടാകും, തെലങ്കാനയിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BRS എന്ന് പറയുന്ന പാർട്ടിയെ, പണ്ട് TRS, BRSന് നിലം പരിശാക്കി കടപുഴക്കി എറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ ഒരു ആധിപത്യം നേടിയത്. അത് രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു. രേവന്ത് റെഡ്ഡിയുടെ ടീം ഇപ്പോഴും സജ്ജമാണ്. അന്ന് നേടിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ആ ഒരു ആധികാരിക വിജയത്തിന്റെ ആഘോഷം അല്ലെങ്കിൽ അലയൊലികൾ അല്ലെങ്കിൽ ആരവം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് തെലങ്കാന ഇപ്പോൾ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക്, വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നത്. തീർച്ചയായും ഇപ്പോൾ കഴിഞ്ഞ തവണ 2019 BRSനാണ് 9 സീറ്റ് കിട്ടിയത്. ഈ 17 സീറ്റുകളിൽ 9 സീറ്റ് BRSനായിരുന്നു. BJPക്ക് എനിക്ക് തോന്നുന്നു 4 സീറ്റും, കോൺഗ്രസിന് വെറും 3 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഈ വർദ്ധിച്ച ആത്മവിശ്വാസത്തിന്റെ ഒരു പിൻബലം രേവന്ത് റെഡ്ഡിയുടെ ടീമിനുണ്ട്. ഇത്തവണ ഈ കഴിഞ്ഞ തവണ കിട്ടിയ 10-ലധികം സീറ്റുകൾ ഉറപ്പായും നേടും എന്നൊരു ആത്മവിശ്വാസം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. അതിലേക്ക് അവർ എത്തിച്ചേരും എന്ന് തന്നെയാണ് തെലങ്കാനയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ BJPയുടെ അവസ്ഥയോ? BJPക്ക് കഴിഞ്ഞ തവണ 2019 4 സീറ്റാണ് കിട്ടിയത്. ഒരു പക്ഷേ നില മെച്ചപ്പെടുത്താൻ BJPക്ക് സാധിച്ചേക്കാം. പക്ഷെ അപ്പോഴും ഈ BRS ഇപ്പോൾ നിഷ്പ്രഭമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി BRS എന്ന
പറയുന്ന പാർട്ടി അപ്രസക്തമായി കഴിഞ്ഞു. BRSന്റെ വോട്ട് ബാങ്കിൽ കാര്യമായ ചോർച്ചയുണ്ടാകും. BRSൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിക്ക് ഉണ്ടായ പതനത്തിന് ശേഷം BRSൽ നിന്നൊരു വലിയ ഒഴുക്കായിരുന്നു കോൺഗ്രസിലേക്ക് കുറെ നേതാക്കൾ BJPയിലേക്ക്. ആത്യന്തികമായി ഈ വോട്ട് ബാങ്കിൽ ചോർച്ച ഉണ്ടാകുമ്പോൾ BRSന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോകും കോൺഗ്രസിലേക്കും BJPയിലേക്കും. അത് ആർക്ക് ഗുണം ചെയ്യും എന്ന് ചോദിച്ചാൽ അധികം ഗുണം ചെയ്യുക ഒരു പക്ഷേ കോൺഗ്രസ് തന്നെയായിരിക്കാം. കാരണം അത് രേവന്ത് റെഡ്ഡിയുടെ ടീമിന്റെ ആ ഒരു പെർഫോമൻസ് കണക്കിലെടുത്തുകൊണ്ട് തന്നെ അവിടെ അവർ സജ്ജമാണ്. അതിനാൽ തന്നെ BRSൽ നിന്നും കുറെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത പരിഗണിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് നാളെ നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പിൽ ഈ BRSൽ നിന്നുള്ള വോട്ടുകളുടെ ഗുണം കൂടുതൽ BJPയേക്കാൾ കൂടുതൽ അത് നേട്ടമുണ്ടാക്കുക കോൺഗ്രസ് പാർട്ടി തന്നെയായിരിക്കും. ഈ 4 സീറ്റ് 2019 BJPക്ക് കിട്ടിയത് ഒരു പക്ഷേ നില മെച്ചപ്പെടുത്തിയേക്കാം. പക്ഷേ കോൺഗ്രസ് ആയിരിക്കാം ഇതിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത്. കോൺഗ്രസ് കഴിഞ്ഞ തവണ കിട്ടിയ 3 സീറ്റുകൾ ഇത്തവണ അത് 10-ലധികം നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞേക്കും എന്നുള്ളതാണ് എന്റെ വിലയിരുത്തൽ. സുബിഷ, ബംഗാൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാദേശിക പാർട്ടിയിൽ നിന്ന് അവർ ഏറ്റവും അധികം എതിർപ്പും പോരാട്ടവും പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. തൃണമൂൽ കോൺഗ്രസ് അത്ര ശക്തമായി BJPയെ എതിരിട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ ആകെയുള്ള 42 സീറ്റുകളിൽ 22 തൃണമൂലിനൊപ്പമായിരുന്നു, 18 BJPക്കൊപ്പമായിരുന്നു, 2 കോൺഗ്രസിന് ലഭിച്ചു. ഇത്തവണ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 8 സീറ്റുകളിലാണ്. അതിൽ 4 BJPയും 4 തൃണമൂലും ജയിച്ചിട്ടുണ്ട്. ഇത്തവണ BJP ആവർത്തിച്ചു പറയുന്ന 400 സീറ്റിന് മുകളിൽ എന്നുള്ള ഒരു നേട്ടത്തിലേക്ക് അവർ എത്തണമെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത് ബംഗാളിൽ കൂടുതൽ സീറ്റുകൾ ഇത്തവണ നേടണമെന്നുള്ളതാണ്. ആ നിലയിൽ ഒരു പോരാട്ടമാണ് അവർ നടത്തുന്നത്. അതിന് പരമാവധി തടയിടുവാൻ മമതയും ശ്രമിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഈ 8 സീറ്റുകളിൽ പോരാട്ടം നടക്കുമ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ 2 മണ്ഡലങ്ങൾ കൂടിയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. അതിലൊന്ന് കൃഷ്ണനഗറാണ്. മഹുവ മൊയ്ത്രി എന്നുള്ള പ്രതിപക്ഷ നിരയിലെ തീപ്പൊരി നേതാവ്, ഒരുപക്ഷെ ലോക്സഭാ അംഗത്വം വരെ നഷ്ടമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയ മഹുവ മൊയ്ത്ര ഈ തെരഞ്ഞെടുപ്പിൽ ഈ 4ാം ഘട്ടത്തിൽ കൃഷ്ണനഗറിൽ നിന്ന് ജനവിധി തേടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ബഹ്റാംപൂർ, അവിടെയും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. അവിടെ കോൺഗ്രസിന്റെ അധീർ രഞ്ജൻ ചൗധരിയെ നേരിടുവാൻ, അദ്ദേഹത്തെ തോൽപ്പിക്കണമെന്ന് ഉറച്ചുകൊണ്ട് തന്നെ മമത മുൻ ക്രിക്കറ്റ് താരം യൂസുഫ് പത്താനെ മത്സരിക്കാൻ ഇറക്കിയിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരുപക്ഷെ ഒരു തീപാറുന്ന പോരാട്ടങ്ങൾ നടക്കുന്ന 2 മണ്ഡലങ്ങൾ കൂടി നാളെ വിധിയെഴുത്ത് നടത്താൻ പോവുകയാണ് ബംഗാളിൽ എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അമൽ, ബംഗാളിൽ നിന്ന് നമ്മൾ നേരെ UPയിലേക്ക് വരാം. സെൻട്രൽ UPയിലെ 24 മണ്ഡലങ്ങളിൽ 13 മണ്ഡലങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. UP പതുക്കെ മാറുകയാണ്. ഇപ്പോൾ ഈ കെജ്രിവാൾ ഘടകം ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ഒരു തരംഗം ആകില്ല എന്നുള്ളത് ഉറപ്പാണ് UPയിൽ. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു അലയൊലികളും ആവേശവും അവിടെ പ്രകടമാണ്. ഇപ്പോൾ നോക്കൂ, രമേശ് ബിന്ദ് BJPയുടെ MP ആണ്, ഇപ്പോൾ രാജിവെച്ച് സമാജ്വാദി പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത്. നമ്മൾ ഈ സംസാരിച്ച് ഇരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. സമാജ്വാദി പാർട്ടി അദ്ദേഹത്തിന് സീറ്റ് നൽകാൻ പോവുകയാണ്. അപ്പോൾ കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇപ്പോൾ സെൻട്രൽ UPയെ സംബന്ധിച്ച് 13 മണ്ഡലങ്ങളിലേക്ക് നാളെ വോട്ടെടുപ്പ് നടക്കുന്നു. ഈ 13 മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങളിൽ 10% മുതൽ 35% വരെ വോട്ട് നേടി കഴിഞ്ഞ തവണ BJP വിജയിച്ച മണ്ഡലങ്ങളാണ്. ഇപ്പോൾ UPയെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, ആകെ 62 സീറ്റിലാണ് 2019 BJP വിജയിക്കുന്നത്. ആകെ 80 സീറ്റുകളാണ് ഉള്ളത്. 80-ൽ 62 BJP പിടിക്കുകയാണ്. ഇതിൽ ഒന്ന് പോലും നഷ്ടപ്പെടുന്നത് BJPയെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളൊക്കെ UPയെ അല്ലെങ്കിൽ യോഗിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതാ യോഗിയെ തെറിപ്പിക്കാൻ പോവുകയാണ്, 2 മാസത്തിനകം മോദി പ്രധാനമന്ത്രിയായി തുടർന്നാൽ എന്നൊക്കെ പറഞ്ഞ് BJPയിലെ ഇൻഫൈറ്റ് കൂടി അരവിന്ദ് കെജ്രിവാൾ വിഷയമായ സ്ഥിതിക്ക് BJPക്ക് UPയിൽ ഒറ്റ സീറ്റ് പോലും നഷ്ടപ്പെടുന്നത് ചിന്തിക്കാനാവാത്ത അവസ്ഥയാണ്. പക്ഷേ ഒരു സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സീറ്റുകളിൽ ഒന്ന് ഞാൻ പറയാം, കനൗജാണ്. കനൗജ് ഇന്ത്യ മുന്നണിയുടെ സ്റ്റാർ ക്യാമ്പയിനർ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന മണ്ഡലമാണ്. എന്താ കനൗജിന്റെ ചരിത്രം? 2000 മുതൽ 2012 വരെ കനൗജിന്റെ MP ആയിരുന്നു അഖിലേഷ് യാദവ്. 2012-ൽ അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിയാകുന്നു. ആ സമയത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അഖിലേഷിന്റെ ഭാര്യ ഡിംപിൾ യാദവ് അവിടെ മത്സരിച്ച് വിജയിക്കുന്നു. 2014-ൽ വീണ്ടും ഡിംപിൾ യാദവ് മത്സരിച്ച് വിജയിക്കുന്നു. പക്ഷേ 2019-ൽ അവിടെ അട്ടിമറി ജയം നേടുന്നു BJPയുടെ സുബ്രത് പാധക്. ഇപ്പോഴും സുബ്രത് പാധക്കാണ് അവിടെ സ്ഥാനാർത്ഥി. പക്ഷേ ഈ കനൗജ് മണ്ഡലം മുലായം കുടുംബത്തിന്റെ കോട്ടയാണ്. അത് BJPയിൽ നിന്ന് തിരിച്ചു പിടിക്കുക എന്നത് അഖിലേഷിനെ സംബന്ധിച്ച്, സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ച് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അതിനുവേണ്ടിയാണ് അഖിലേഷിന്റെ പോരാട്ടം. 2ാമത്തെ പോരാട്ടം UPയിൽ BJPയെ പൂട്ടുക എന്നതിനു വേണ്ടിയാണ്. അപ്പോൾ ഈ 2 ലക്ഷ്യങ്ങളാണ് അഖിലേഷിന് മുന്നിലുള്ളത്. UPയിൽ ഈ 13 മണ്ഡലങ്ങളിലേക്കും നടക്കുന്ന വോട്ടെടുപ്പ് സമാജ്വാദി പാർട്ടിക്കും BJPക്കും ഏറെ നിർണായകമാണ്.
സുഭിഷ, ഒഡീഷയിലേക്ക് കൂടി പോകാം. ഒഡീഷയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 21 സീറ്റുകളിൽ 12 എണ്ണം ബി ജെ ഡിക്കൊപ്പമായിരുന്നു, 8 എണ്ണം ബി ജെ പിക്കൊപ്പം, ഒരെണ്ണം കോൺഗ്രസിന് ലഭിച്ചു. ഇത്തവണ ഒരുപക്ഷെ ബി ജെ പിയും ബി ജെ ഡിയും സഖ്യത്തിലാവുമെന്നൊക്കെ ആദ്യം സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. പരസ്പരം മത്സരിക്കുകയാണ് രണ്ട് പാർട്ടികളും. പാർലമെന്റിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ എത്തിയാൽ ഒരുപക്ഷെ ബി ജെ പിക്കൊപ്പം അവർ നിൽക്കുകയും ചെയ്യും. കാലങ്ങളായി അനുഭവം അതാണ്. പക്ഷേ സംസ്ഥാനത്ത് അവർ പരസ്പരം മത്സരിക്കുകയാണ്. കഴിഞ്ഞ തവണ പോലെ തന്നെ ആവേശകരമായ ഒരു പോരാട്ടം തന്നെയാണ് ഒഡീഷയിൽ ഇത്തവണയും നടക്കുന്നത്. 4ാം ഘട്ടത്തിൽ നടക്കുന്നത് 4 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ നിലവിൽ ബി ജെ ഡി 2 ഇടത്ത് ജയിച്ചിട്ടുണ്ട്. ഒരിടത്ത് ബി ജെ പി ആണ്, ഒരിടത്ത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ ഒരേ ഒരു സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ കൂടിയുള്ള ഒരു മത്സരമായിരിക്കും ഒഡീഷയിൽ നടക്കുക. എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പോലെയല്ല. ഇവിടെ ബി ജെ ഡി ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഒരുപക്ഷെ ഇതിൽ ആർക്ക് എത്ര സീറ്റ് കിട്ടിയാലും അത് എൻ ഡി എ ക്യാമ്പിന് തന്നെ അനുകൂലമായി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ നിലയിലാണ് ഒഡീഷയിലെ കാര്യങ്ങൾ. മഹാരാഷ്ട്ര ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അമൽ, മഹാരാഷ്ട്രയിൽ വടക്കൻ മഹാരാഷ്ട്രയിലെയും പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെയും 11 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ഈ 11 മണ്ഡലങ്ങളിൽ പലയിടത്തും 2 ശിവസേന പക്ഷങ്ങൾ, ശിവസേന പിളരുന്നു, NCP പിളരുന്നു. അപ്രകാരം പിളർന്ന ഇരുപക്ഷങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് 3 മണ്ഡലങ്ങൾ കൃത്യമായും മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അത് ഔറംഗാബാദും മാവലും സിർദിയും ആണ്. ഔറംഗാബാദിൽ ത്രികോണ മത്സരമാണ്. അസദുദ്ദീൻ ഓവൈസിയുടെ പാർട്ടി കൂടി ഔറംഗാബാദിൽ മത്സരിക്കുന്നുണ്ട്. അസദുദ്ദീൻ ഓവൈസിയും നാളെ അസദുദ്ദീൻ ഓവൈസി മത്സരിക്കുന്ന തെലങ്കാനയിലെ ഹൈദരാബാദിലും നാളെ വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. നേരത്തെ തെലങ്കാനയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അത് വിട്ടുപോയതാണ്. ഏതായാലും മഹാരാഷ്ട്രയിൽ ആരാണ് യഥാർത്ഥ ശിവസേന എന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അവസരം നൽകൽ കൂടിയാണ് 4ാം ഘട്ടം വോട്ടെടുപ്പ്. ഒപ്പം ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ ജൽന എന്ന് പറയുന്ന മണ്ഡലം അത് മറാത്ത സംവരണ പ്രക്ഷോഭത്തിന്റെ പ്രഭവ കേന്ദ്രമാണ്. മറാത്ത വികാരം അവിടെ ബി ജെ പിക്കെതിരെ അലയടിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ജൽനയിലൊന്നും ബി ജെ പിക്ക് ജയിച്ചു കയറുക എളുപ്പമല്ല. മറ്റൊന്ന് ബീഡ് മണ്ഡലമാണ്. അവിടെയാണ് പ്രീതം മുണ്ടയ്ക്ക് സീറ്റ് നിഷേധിച്ച് പ്രീതം മുണ്ടയുടെ സഹോദരി പങ്കജ് മുണ്ടയ്ക്ക് ബി ജെ പിക്ക് സീറ്റ് നൽകിയത്. അവിടെയും പ്രശ്നങ്ങളുണ്ട് ബി ജെ പിക്കെതിരെ. അതിനാൽ തന്നെ മഹാരാഷ്ട്ര ഇപ്പോൾ NCPയെ പിളർത്തി, ശിവസേനയെ പിളർത്തി ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന് ബി ജെ പി തുനിഞ്ഞതിന് ശേഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ബി ജെ പിയെ സംബന്ധിച്ച് ഒരു തിരിച്ചടി സംഭവിച്ചാൽ അത് ദേശീയ തലത്തിൽ തന്നെ പുനരാലോചനയ്ക്ക് വഴിയൊരുക്കുന്ന ഒന്നായി മാറും. അതാണ് മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണ് ഞാൻ പറയുക. ഏറ്റവും ഒടുവിൽ ജമ്മു കാശ്മീർ കൂടി പരിശോധിക്കാം. കേന്ദ്രഭരണ പ്രദേശം ജാർഖണ്ഡ് കൂടിയുണ്ട്. യെസ്, കാശ്മീരിലേക്ക് പോയിട്ട് നമുക്ക് ജാർഖണ്ഡിലേക്ക് വരാം അല്ലെ. ഇപ്പൊ കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് കശ്മീർ താഴ്വരയിലെ 3 സീറ്റുകളിലൊന്നായുള്ള ശ്രീനഗറിലേക്കാണ് നാളെ മത്സരം നടക്കുക. അവിടെ നമുക്കറിയാം ബി ജെ പി മത്സര രംഗത്ത് നിന്ന് തന്നെ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിലുള്ള നാഷണൽ കോൺഫറൻസും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി PDPയും തമ്മിലാണ് മത്സരം. ശ്രീനഗറിൽ ഒരുപക്ഷെ ആര് ജയിച്ചാലും അത് ഇന്ത്യ സഖ്യത്തിനൊപ്പം തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് ഉറപ്പായിട്ടുള്ള ഒരു മണ്ഡലത്തിൽ കൂടിയാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. അതാണ് നാളെ കശ്മീരിൽ നിന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിന്റെ പ്രത്യേകത. അമൽ, ഏറ്റവും ഒടുവിൽ ജാർഖണ്ഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാർഖണ്ഡിൽ ആകെ 14 സീറ്റാണുള്ളത്. അതിൽ 4 ലോക്സഭാ സീറ്റുകളിലേക്കാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ബി ജെ പിക്ക് മാത്രം 2019 11 സീറ്റാണ് ജാർഖണ്ഡിൽ കിട്ടിയത്. AJSU എന്ന് പറയുന്ന സഖ്യകക്ഷിയുണ്ട് ബി ജെ പിയുടെ, അവർക്കൊരു സീറ്റ് കിട്ടി. അങ്ങനെ NDAക്ക് 12 സീറ്റാണ് ജാർഖണ്ഡിൽ ഉള്ളത്. ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് 1 സീറ്റ്, കോൺഗ്രസിന് 1 സീറ്റ്. അപ്പോൾ ഇത്തവണ എന്തായിരിക്കും സ്ഥിതി എന്ന് ചോദിച്ചാൽ ബി ജെ പിക്ക് 11 എന്ന് ഞാൻ പറഞ്ഞു, സഖ്യകക്ഷിക്ക് 1, അങ്ങനെ 12. ഈ 12ലേക്ക് ബി ജെ പി ഇക്കുറി എത്താനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം അവിടെ ബി ജെ പിക്കെതിരായ വലിയ തോതിലുള്ള അമർഷവും പ്രതിഷേധവും ഉണ്ട്. അതിൻ്റെ മുഖ്യ കാരണം ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്ത നടപടിയാണ്. ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത്, ഈ ജാർഖണ്ഡിന്റെ ഒരു പ്രത്യേകത, ഗോത്ര വിഭാഗങ്ങളുടെ സ്വാധീനം വലിയ രീതിയിൽ പ്രകടമായ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അതിനാൽ തന്നെ ഹേമന്ത് സോറന്റെ അറസ്റ്റ് ഗോത്ര വിഭാഗങ്ങളെ ആകെ ബി ജെ പിക്കെതിരെ തിരിച്ചിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ, ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അതിനാൽ തന്നെ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ 11ലേക്ക് എത്താൻ, അല്ലെങ്കിൽ NDAക്ക് കഴിഞ്ഞ തവണ കിട്ടിയ 12ലേക്ക് എത്താൻ ഇക്കുറി ഏറെ വിയർക്കേണ്ടി വരും. മാത്രമല്ല, അപ്പുറത്ത് കോൺഗ്രസിന് 1 സീറ്റാണ് കിട്ടിയത്. ആ 1ൽ നിന്നും നില മെച്ചപ്പെടുത്താൻ കോൺഗ്രസിനും ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കും കോൺഗ്രസിനും നില മെച്ചപ്പെടുത്താൻ ജാർഖണ്ഡിൽ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. നാളെ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്ന 96 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ ബി ജെ പി 42 സീറ്റുകളിലായിരുന്നു ജയിച്ചത്. ഇത്തവണ അവർക്കത് നിലനിർത്താൻ സാധിക്കുമോ, അതെയോ കൂടുതൽ സീറ്റുകളിൽ ഇന്ത്യ സഖ്യം മുന്നേറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.
ICL Finco, the intelligent choice.